ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കാൻ ടീമുകൾ പോരാടുകയാണ്. നിർണായകമായ മറ്റൊരു മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ലക്നൗ സൂപ്പർ ജയൻസും ഏറ്റുമുട്ടി. പോയിന്റ് ടേബിളിൽ മൂന്നാമനാണ് റോയൽ ചലഞ്ചേഴ്സ്. ലക്നൗ അവസാന സ്ഥാനത്തും. പക്ഷേ വിജയം ലക്നൌവിനൊപ്പമായിരുന്നു. വിജയശില്പിയായത് ലക്നൗ ഓപ്പണർ മിച്ചൽ മാർഷ്. ഓസ്ട്രേലിയൻ 2020 ടീമിന്റെ നായകൻ. IPL സീസണിൽ ലക്നൗ നിരയിൽ ആക്രമണശൈലിയിൽ കളിച്ച ഏക ബാറ്റർ. പലപ്പോഴും മിച്ചൽ മാർഷ് നൽകിയ മികച്ച തുടക്കങ്ങൾ ലക്നൌവിന് മുതലാക്കാൻ കഴിഞ്ഞില്ല. സീസണിൽ ലക്നൗ തുടർത്തോൽവികൾ നേരിട്ടു. പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനക്കാരായി. പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താൻ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കണം. അത്തരമൊരു സാഹചര്യത്തിലാണ് ലക്നൗ RCBയെ നേരിടാനൊരുങ്ങുന്നത്. ലക്നൌവിലെ ഏഖാന ക്രിക്കറ്റ് സ്റ്റേഡിയം മത്സരത്തിന് വേദിയായി. ടോസ് നേടിയ RCB ബൗളിംഗ് തിരഞ്ഞെടുത്തു. പതിവ് പോലെ മാർഷ് ആക്രമണം തുടങ്ങി. ഇടപെട്ട് പെയ്ത മഴയ്ക്ക് അയാളുടെ ബാറ്റിംഗ് വിസ്ഫോടനത്തെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. ബൗണ്ടറികളും സിക്സറുകളും നേടി മാർഷ് സെഞ്ചുറിയിലേക്ക് കുതിച്ചു. ലക്നൗ സ്കോർ 139-ലെത്തിയപ്പോൾ മാർഷ് സെഞ്ചുറി പൂർത്തിയാക്കി. ഇത്തവണ നിക്കോളാസ് പൂരനും ഋഷഭ് പന്തും താളം കണ്ടെത്തി. ഇതോടെ RCBക്കെതിരെ മികച്ച സ്കോർ കണ്ടെത്താൻ ലക്നൌവിന് സാധിച്ചു. വലിയ വിജയലക്ഷ്യത്തിന് മുന്നിൽ RCB പതറിയില്ല. അവർ അനായാസം തിരിച്ചടിച്ചു. പക്ഷേ ലക്നൌവിന് വിജയം ആവശ്യമായിരുന്നു. അതവർ പൊരുതി നേടുകയും ചെയ്തു. 9 റൺസ് അകലെ റോയൽ ചലഞ്ചേഴ്സിന്റെ പോരാട്ടത്തിന് അവസാനമായി. 3 വിക്കറ്റ് എടുത്ത് പ്രിൻസ് യാദവ് BCCIക്ക് ഒരു സന്ദേശം നൽകുന്നുണ്ട്. പക്ഷേ വിജയത്തിലും ലക്നൗ മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യമാണ്: റൈറ്റ് മാൻ ഈസ് ഇറ്റ് ഇൻ ദ റോങ് ടീം.